ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഫാസ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ നാടൻ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യമായിട്ട് ഒരു ബൂന്തി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗള് വെള്ളം, ഒരു കപ്പ് കടലമാവ്, ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബൗളിലോട്ട് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക. 250 ml ഒരു കപ്പ് കടലമാവ് അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം കുറച്ചായി ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കടലമാവിൻ്റെ കട്ട ഉടയുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്യണം. കട്ട ഉണ്ടാവാൻ പാടില്ല. നല്ല രീതിയിൽ മിക്സായി കിട്ടണം. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കടലമാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബൂന്തിക്കുള്ള കടലമാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പരുവത്തിലായി കിട്ടണം. അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം കൂടാനും പാടില്ല, കട്ടി കൂടാനും പാടില്ല, വെള്ളമാവാനും പാടില്ല. ആ രീതിയിൽ ആയി കിട്ടണം. അതാ ഇതുപോലെ ആയി കിട്ടണം നമുക്ക്. എങ്കിലേ നമ്മുടെ ബൂന്തി റെഡിയായി കിട്ടുള്ളൂ, നല്ല രീതിയിലായി കിട്ടുള്ളൂ. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് ബൂന്തി റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടലമാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു കണ്ണുള്ള അരിപ്പ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇതുപോലെ ഒന്ന് ചെറുതായി ചുറ്റിച്ചു കൊടുക്കുക. കണ്ടില്ല, നമ്മുടെ ബൂന്തി നല്ല രീതിയിൽ പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അധികം ഫ്രൈ ആവാൻ നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് കൂടുതൽ ഫ്രൈ ആവാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ലഡു നന്നായി കിട്ടില്ല. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മുഴുവനായിട്ട് കോരി മാറ്റാം. പെട്ടെന്ന് കോരി മാറ്റണം, ഇല്ലെങ്കിൽ നമ്മുടെ ലഡു റെഡിയായി കിട്ടില്ല. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടി ബൂന്തി റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മൾ മാവ് മുഴുവനായിട്ട് ബൂന്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടി കോരി മാറ്റാം. മുഴുവനായിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ബൂന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ബൂന്തിയിൽ വലിയ പീസായി വന്നിട്ടുണ്ട്. നമുക്ക് അത് കുറച്ച് എടുത്ത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വലിയ പീസ് മാത്രം എടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് എടുക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ലഡു നല്ല രീതിയിലായി കിട്ടിയില്ല. കുറച്ച് മാത്രം എടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും കൂടുതലായി നമ്മൾ നൈസായിട്ട് ക്രഷ് ചെയ്യാൻ പാടില്ല. ഈ രീതിയിലായി കിട്ടണം. ഇനി നമുക്ക് ഇതേ പാത്രത്തിലോട്ടിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിനായിട്ട് ഞാൻ ഒരു കപ്പ് കടലമാവ് അളന്ന അതേ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര, അരക്കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുക്കുക.
അതിനുശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അളവ് തെറ്റാൻ പാടില്ല. 1 കപ്പ് കടലമാവിന് 1 കപ്പ് പഞ്ചസാര. അതേ അളവിൽ തന്നെ എടുത്താലേ നമ്മുടെ ലഡു നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ ടൈം നമുക്ക് ഇതൊന്ന് വറ്റിക്കിട്ടാൻ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് വറ്റിക്കിട്ടാനുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു 5 അല്ലി ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിക്കുക. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നൂല് പരുവം ആവുന്നത് വരെ വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിൽ നിന്ന് ഏലക്കായി മാറ്റാം. ആ നൂല് പരുവ ആകുന്നത് വരെ നമ്മൾ ഷുഗർ സിറപ്പ് വറ്റിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ലഡു നല്ല രീതിയിൽ ആയി കിട്ടില്ല. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഏലക്കായി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രീൻ കളറ്, ലീഫ് ഗ്രീൻ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ആ കളറ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കളറില്ലാതെയും ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഗ്രീൻ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേ ചൂടോടെ തന്നെ, ഷുഗർ സിറപ്പ് ചൂടോടെ തന്നെ അതിലേക്ക് നമുക്ക് ബൂന്തി ഇട്ട് കൊടുക്കാം. കുറച്ചായി ബൂന്തി ഇട്ട് കൊടുക്കുക. കുറച്ച് ബൂന്തി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം അതിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ബൂന്തിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ബൂന്തി മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് തണുക്കുന്നത് വരെ നമ്മുടെ ബൂന്തി ഈ ഷുഗർ സിറപ്പൊക്കെ വലിച്ചെടുത്ത് നല്ലൊരു പരുവായി കിട്ടണം. ഇപ്പം നമ്മുടെ ലഡുവിനുള്ള ബൂന്തി ഷുഗർ സിറപ്പൊക്കെ വലിച്ചെടുത്ത് നല്ല രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടില്ലേ, നല്ല രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൈവച്ച് ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അപ്പം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കത് ആ സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. 1 ടേബിൾ സ്പൂണ് അവസാനം, അതായത് നമ്മൾ ബൂന്തി മുഴുവനായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് ഇളക്കി കൊടുത്ത് തണുക്കാൻ വെക്കാം. അപ്പം മുഴുവനായിട്ട് തണുക്കാൻ വെയിറ്റ് ചെയ്യണ്ട. ഏകദേശം തണുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അപ്പം കണ്ടില്ലതാ, ഈ രീതിയിൽ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ലഡു ഇവിടെ നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ പാകമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.